അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരവുള്ള സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ അധ്യക്ഷനും സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ SNECയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോറ്റങ്ങൾ അവരുടെ ഈ മഹത്തായ ചടങ്ങിന് പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള സമസ്ത ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം ഉസ്താദ് TK അബൂബക്കർ മുസ്ലിയാർ അവരുടെ തികച്ചും അഭിമാനത്തിൻ്റെയും അതിലുപരി സന്തോഷത്തിൻ്റെയും ഒരു ദിനം ഈ സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ എല്ലാ കാലത്തും മാതൃകയായി നിലകൊള്ളുന്ന വെളിമുക്ക് ക്രസന്റ് ക്യാമ്പസിന്റെ അകത്ത് വെച്ച് ഇന്ന് ഈ ചടങ്ങ് നടത്താനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. 2024-25 കാലഘട്ടത്തിലാണ് ഒരു അനിവാര്യമായ സാഹചര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ രൂപം നൽകുകയും 4 വർഷം കൊണ്ട് അഭിമാനാർഹമായിട്ടുള്ള 3 വർഷം പിന്നിട്ടും അഭിമാനാർഹമായിട്ടുള്ള ഒരു ഔന്നിത്യത്തിലേക്ക് SNEC എത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു മാതൃകാ സ്ഥാപനം എന്ന നിലയ്ക്ക് SNEC ക്രസന്റ് ഷീ ക്യാമ്പസിന്റെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. സയ്യിദുൽ ഉലമയുടെ കരങ്ങൾ കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ നമ്മളിവിടെ നടക്കുന്നത്. ഞാൻ നീട്ടിപ്പറയുന്നില്ല. താങ്കളും അതോടൊപ്പം തന്നെ ശേഷം വരുന്ന നേതാക്കളൊക്കെ തന്നെ ഇതിൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ചൊക്കെ വിശദമായി ഇവിടെ പറയും. ഏതാണ്ട് 2.5 കോടിയോളം രൂപ വില വരുന്ന ഒരു മനോഹരമായിട്ടുള്ള സൗധമാണ്, ബിൽഡിംഗാണ് SNEC സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ പടുത്തുയർത്തിയിട്ടുള്ളത്. ഈ സ്ഥാപനം നമുക്കറിയാം, ക്രസന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കാലത്ത് മോഡൽ ബോർഡിംഗ് മദ്രസകൾക്ക്, ബോർഡിംഗ് സ്കൂളുകൾക്ക് ഒരു മാതൃക കാണിച്ചിട്ടുള്ള ഒരു മഹത്തായ സ്ഥാപനമാണ് ക്രസന്റ് ബോർഡിംഗ് മദ്രസ. അന്ന് കേരളത്തിലെ അറിയപ്പെട്ട എല്ലാ നേതാക്കളുടെയും സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ, വലിയ ബിസിനസ്സുകാർ, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുടെയൊക്കെ മക്കൾ വിദ്യ നുകർന്നിട്ടുള്ള ഒരു മഹത്തായ കേന്ദ്രമാണ് നമ്മുടെ ഈ വെളിമുക്ക് ക്രസന്റ് എന്ന് പറയുന്ന സ്ഥാപനം. ഇന്നും ഇത് വളരെ സുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ പ്രവർത്തനത്തിൽ ഒരു പൊന്തൂവൽ ചാർത്തിക്കൊണ്ടാണ് SNECയുടെ ഷീ ക്യാമ്പസ് ഇതിന്റെ അകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തീരുമാനിക്കുകയും സമസ്ത ജംഇയ്യത്തുൽ ഉലമ അതിന് ആശീർവാദം നൽകുകയും ഒക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസിന്റെ അകത്ത് 3 വർഷമായി നടത്തിക്കൊണ്ടിരിക്കും. ഇതിന്റെ മാനേജർ PK ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒക്കെ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ തീരുമാനപ്രകാരം ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഈ ക്യാമ്പസിൽ വരുത്തുകയും തുടർന്ന് ഇതിന്റെ ഒരു ഓഫീസ് തൊട്ടടുത്ത് തന്നെ സ്ഥാപിക്കുകയും ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മുടെ എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഇന്ന് ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 2.5 കോടിയോളം രൂപ മുടക്കി ഇവിടെ അതിന്റെ പ്രവർത്തനം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ നിമിഷത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായത് വലിയ ഭാഗ്യമാണ്. അള്ളാഹുവിനെ നമുക്ക് ചിന്തിക്കാൻ നമുക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. പ്രത്യേകിച്ച് സമസ്ത 100ാം വാർഷികത്തിന്റെ ഐതിഹാസികമായിട്ടുള്ള ചരിത്ര സമ്മേളനത്തിന് ശേഷമാണ്
സമസ്തയുടെ വളരെ പ്രമുഖമായിട്ടുള്ള SNLC പദ്ധതിയുടെ ഭാഗമായി ഈ ഒരു സംരംഭം എന്നുള്ളത് സമസ്തയുടെ മറ്റൊരു പന്തുകൾ കൂടി ചാർത്തുന്നതായി എന്നുകൂടി സാധാരണമായി ഉണർത്തിയാണ് ബഹുമാനായ തങ്ങളോട് ഐക്യമുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയും ചെയ്തു. ബഹുമാനായ സയ്യിദുൽ ഉലമ അത് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കും. ഈ സ്മാരക ബ്ലോക്ക് ആരുടെ പേരിലാണ് എന്ന പ്രഖ്യാപനം സയ്യിദുൽ ഉലമയോട് നിർവഹിക്കും. അതോടൊപ്പം തന്നെ ഇതിന്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടന കർമ്മം തങ്ങൾ തന്നെ തുറന്ന് നിർവഹിച്ചു. ഇനി ശേഷമുള്ള ഉദ്ഘാടന പരിപാടിയാണ്. ആ ഉദ്ഘാടന പരിപാടി ബഹുമാനായ സയ്യിദുൽ ഉലമയോട് നിർവഹിക്കും. വളരെയേറെ തിരക്കിനിടയിലാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തങ്ങളവരോട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ ഉമ്മത്തിന് നേതൃത്വം അള്ളാഹു താക്കത്തും സിഹത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാന്യരായ സമസ്ത ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിന്റെ പ്രസിഡന്റും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും വിദ്യാഭ്യാസ SNLCയുടെ നേതൃനിരയിലെ സമുന്നതനായിട്ടുള്ള വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉസ്താദ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉസ്താദ് ഈ ചടങ്ങിന് അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും. ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ ക്യാമ്പസിനെ പരിചയപ്പെടുത്തി ഈ നിർമ്മാണ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകി സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നിർമ്മാണ സമിതിയുടെ വർക്കിംഗ് ചെയർമാൻ സുത്യർഹമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മനോഹരമായ ഈ ബിൽഡിംഗ് പണിതുയർത്തുന്നതിന് വേണ്ടി അക്ഷീണം യത്നിച്ച് ഈ നേതൃത്വം വഹിച്ചുള്ള ഇതിന്റെ SNLCയുടെ ഹാജി മാന്നാറാണ് ഈ ക്യാമ്പസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാം. രാജൻ പുത്തൂർ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തെ പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന പഞ്ചായത്തിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള ഷഫീഖ് ചെറുകാവിൽ അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായിട്ടുള്ള മുസ്തമോഷം കൊണ്ടുവറ SNLC സംവിധാനത്തിന് തുടക്കം മുതൽ തന്നെ ഇതിന്റെ അക്കാദമി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ ബോഡി അംഗവും സമസ്ത എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് മുസ്തമോഷം കൊണ്ടുവറ. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. SKSM മതം ഒരുപാട് ഉമ്മമാരുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം അവരെ എസ്കോർട്ട് ചെയ്തിട്ടുള്ള കുടുംബാംഗങ്ങളുണ്ട്. ഇവിടെ പങ്കെടുത്ത എല്ലാവരും ആദരപൂർവ്വം ഈ അഭിമാന മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നമ്മുടെ SNLCയുടെ ഓഫീസിൽ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യ റാഫി റഹ്മാനി ഉൾപ്പെടെ സ്ഥാപനത്തിൽ ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ഹബീബ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രവർത്തകരും സംഘാടകരും എല്ലാം ഉണ്ട്. അവരെല്ലാവരെയും ഒരിക്കൽ കൂടി ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷ പദവി ബഹുമാന്യ MT ഉസ്താദ് നിർവഹിക്കും. അതിന് ഉസ്താദ് വരുന്നത് വരെ ഇതിന്റെ അധ്യക്ഷ പദവി ബഹുമാന്യനായ വാക്കോട് ഉസ്താദ് നിർവഹിക്കും എന്ന് ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഔപചാരിക ഉദ്ഘാടന കർമ്മം അതോടൊപ്പം തന്നെ കെട്ടിടത്തിന്റെ നാമകരണം നിർവഹിക്കുന്നത് നമ്മുടെ എല്ലാ അഭിമാനമായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിബ്രീൽ മുത്തുക്കോയ തങ്ങൾ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി 1.5 ലക്ഷം രൂപ വില വരുന്ന കുഴൽക്കിണറും അതുപോലെ അതിലേക്കുള്ള മോട്ടറും ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് തന്റെ മരണപ്പെട്ടുപോയ ബന്ധുക്കളെ നിയത്ത് ചെയ്തുകൊണ്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. കുഴൽക്കിണർ കുഴിച്ചിട്ടുണ്ട്. അത് തങ്ങളുടെ സ്ഥാനോട് പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവര്. അതോടൊപ്പം ബഹുമാനപ്പെട്ട CKM സാദിഖ് ഉസ്താദ് അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله صدق الله مولانا. ഏറ്റവും ബഹുമാനങ്ങളുള്ള സ്റ്റേജിന് ഘോഷായ മഹാന്മാരായ സാദാത്തുക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ അംഗങ്ങളാവുന്ന പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതൃത്വ സ്ഥാനത്തുള്ള മറ്റ് പണ്ഡിതന്മാർ, സമസ്ത കേരളം കൊടുക്കുന്ന
മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും പ്രത്യേകിച്ച് ഈ SNAC സംവിധാനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന പണ്ഡിത മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, പ്രവർത്തകർ, ബഹുമാനമുള്ളവർ, ബഹുമാനപ്പെട്ട മൊയ്‌നുദ്ദീൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ വിഷയം വളരെ സുന്ദരമായ ഒരു സൗധം SNDCയുടെ വനിതാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതിയ എല്ലാ ടെക്നോളജികളും ഉപയോഗിച്ചുകൊണ്ട് 2-2.5 കോടി രൂപയോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അവരുടെ അഭിമാനകരമായ ഒരു സംരംഭമാണ് വിദ്യാഭ്യാസ ബോർഡ്. അപ്പോൾ വിദ്യാഭ്യാസ ബോർഡിൽ നിന്നാണ് ഇതുപോലുള്ള സംരംഭങ്ങൾക്കൊക്കെ പണമിടപാടുകൾ നടത്തപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ബോർഡ് അതേപോലെ ജമിയത്തുൽ ഉലമ 2.5 കോടി ചെലവഴിച്ചുകൊണ്ട് സൗധത്തിലേക്ക് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പേര് നൽകപ്പെടണം എന്നുള്ളത് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും വിദ്യാഭ്യാസ ബോർഡിൽ അതിനെപ്പറ്റി ഒരു ചർച്ച വന്നാൽ അപാരമ മഹാനാവുന്ന ഞങ്ങളൊക്കെ ഉസ്താദന്മാരിൽപ്പെട്ട ഏറ്റവും പ്രമുഖരാവുന്ന ഉസ്താദ് വന്യരായ ഷെയ്ഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉസ്താദുമാണ്, എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദുമാണ്. എൻ്റെ ഉസ്താദ് തിരുവങ്ങാടി ബാബ മുസ്ലിയാർ പിന്നെ കർക്കനങ്ങാടി മൂപ്പരുടെ ദർസിൽ ഏകദേശം 4 വർഷത്തോളം അവിടെ പഠിച്ചു. പിന്നീട് അവരെ ഹജ്ജിന് പോകുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിൻ്റെ ദർസിലേക്ക് കോട്ടുമ ഉസ്താദ് കൊണ്ടുപോയി ആക്കിയത്. അങ്ങനെ അവസാനം 2 കൊല്ലം അവിടെ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ യാത്രയിലേക്ക് പോയത്. അപ്പോൾ എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദും എൻ്റെ ഉസ്താദും മൂപ്പരിൽ നിന്ന് ഞാൻ കിതാബുകൾ ഓതിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തിലും ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ നമുക്കറിയാം വളരെ വലിയ പണ്ഡിതനാണ്. ഒരു പണ്ഡിതനുണ്ടാവേണ്ട എല്ലാവിധ ഗുണങ്ങളും പൂർണ്ണമായി സമ്മേളിപ്പിക്കപ്പെട്ട ഒരു പണ്ഡിതനാണ്. അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ദീർഘകാലം നേതൃത്വം നൽകുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയിലും അതിനെല്ലാം പുറമെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ദീർഘകാല സെക്രട്ടറി ആയിക്കൊണ്ട് പ്രവർത്തിച്ച മഹാനാണ്. അപ്പം എന്തുകൊണ്ടും ഇവിടെ നമ്മൾ നിർമ്മിക്കപ്പെട്ട ഈ സുന്ദരമായ ബിൽഡിങ്ങിന് ബഹുമാനപ്പെട്ടവരുടെ പേര് നൽകാണ്, അത് നൽകപ്പെടേണ്ടതാണെന്നുള്ളത് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൽ വെച്ചുകൊണ്ട് പക്ഷെ പറഞ്ഞതുപോലെ ഏത് ഞാൻ നിർദ്ദേശിച്ചു എല്ലാവരും ഐക്യകണ്ഠമായി അത് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോട്ടുമ ഉസ്താദിൻ്റെ ആ പുണ്യമായ നാമമാണ് നമ്മുടെ ഈ ബിൽഡിങ്ങിന് നൽകപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അവരെ ഹക്ക് ജാവ് വർക്കത്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ പ്രവർത്തനത്തിലും അതിൻ്റെ കീഴടങ്ങുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ.
എല്ലാവിധ ഷറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും നമ്മുടെ സ്ഥാപനങ്ങളെയും നമ്മുടെ സംഘടനകളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കുഴൽക്കിണർ കുഴിച്ച് തന്നാൾ കുട്ടികൾക്ക് വെള്ളത്തിന് വേണ്ടി 40,000 രൂപ ബഹുമാനപ്പെട്ട സാദിഖ് മുസ്ലിയാരുടെ പേരിലായി നൽകപ്പെട്ടവർ അവരുടെ വെള്ളത്തിൻ്റെ വേറൊരു സംവിധാനത്തിന് വേണ്ടി 20,000 രൂപ നൽകിയവർ, ഇങ്ങനെ വെള്ളത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പണം നൽകിയവരും അല്ല കിണർ കുഴിച്ചു തന്നവരും മറ്റ് ആവശ്യമാവുന്ന സംഗതികൾക്ക് പണം നൽകിയവർക്ക് അവർക്കൊക്കെ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നല്ല ഉദ്ദേശങ്ങൾ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖ് അലിദാദിൻ്റെ ഹക്കുകൊണ്ട് അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളെയും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അവരിൽ നിന്നും നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് കിണർ വീഴ്ച എന്നൊരു പ്രത്യേകം പറഞ്ഞതാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവരിൽ നിന്നും മരണപ്പെട്ടു പോയവർ, നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മഹാന്മാരാവുന്ന നമ്മളെ അസാധ്യത്ത് മശായിഖ്, നമ്മളെ ഉസ്താദന്മാർ, നമ്മുടെ മറ്റുള്ള പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവർക്കുള്ള കബൂറുകൾ അല്ലാഹു സുഖപ്രകാവനാക്കട്ടെ. അവർക്കുള്ള എല്ലാ നന്മകളെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ജന്മങ്ങളെ വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കട്ടെ. അത് നമ്മൾക്ക് സ്വർഗത്തിൽ മഹാന്മാരുടെ കൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സാദിഖ് മുസ്ലിയാരുടെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ആ 40,000 രൂപ നൽകിയിട്ടുണ്ട്. മൂപ്പര പേരിലാണ്. അപ്പോൾ മൂപ്പര് ഈ സമസ്തയുള്ള ജമിയത്തിനൊക്കെ വേണ്ടിയും ഇവിടുത്തെ നമ്മുടെ സംഘടനകൾക്കും സമുദായത്തിനൊക്കെ വേണ്ടി ചെയ്ത എല്ലാ ഹിദ്മകളെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അത് കാരണമായി അവർക്കൊക്കെയുള്ള പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ആ 20 രൂപ നൽകിയ ആളുകളും തന്നെ അവർക്കും പല ഉദ്ദേശങ്ങളുണ്ട്. അവരോട് പ്രത്യേക വല്ല ഉദ്ദേശങ്ങൾ ആർക്കുണ്ടെങ്കിലും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാ ശറുകളൊന്നും കാത്തു രക്ഷിക്കട്ടെ. ഈമാനിനെ അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. മരണസമയത്ത് തൗഹീദ് ചെയ്ത് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. സൂറത്തിൽ അവനെ നമ്മളൊക്കെ മഹാന്മാരുടെ കൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. സമസ്ത കേരള ജമിയത്തുലമയുടെ ഈ ഇസ്സത്തിനെ അല്ലാഹു ഉയർത്തട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മഹാന്മാരാവുന്ന അതിൻ്റെ സാധാത്തുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖരാവുന്ന അതുപോലെ അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ അനുഭാവികൾ എല്ലാവർക്കും അല്ലാഹു എല്ലാ മേഖലയിലും എല്ലാ ഹൈറിനെയും ബർക്കത്തിനെയും ചെയ്യട്ടെ. ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്ന് അവരെ നമ്മളൊക്കെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. രോഗമുള്ളവർക്ക് രോഗത്തിന് അല്ലാഹു ശരിയാക്കി തരട്ടെ. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു സംവിധാനമാണെന്ന് നമുക്കറിയാം. അതിൽ പല കോഴ്സുകളുണ്ട്. അതൊക്കെ ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഇവിടെ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലതൊക്കെ സൂചിപ്പിക്കും. ഏതായാലും അതിൽ കുട്ടികൾക്ക്, സ്ത്രീകളാവുന്ന കുട്ടികൾക്ക് അവർക്ക് പല നിൽക്കും. അപ്പോൾ അവർക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇന്നിപ്പോൾ പഴയ കാലത്തെ പോലല്ല, പഠിക്കുന്ന സ്ഥലത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം. പണ്ട് മഹാന്മാരാവും നമ്മളെ ഉസ്താദന്മാരൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവർ പായ്തലക്കിനി വെച്ചിട്ടാണ് അവരൊക്കെ ഉറങ്ങിയത്. അന്നേരം മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ കാത്തിക്കുകയാണെങ്കിൽ ഇറങ്ങിക്കണം. മയ്യത്ത് കൊണ്ടുവരുമ്പോൾ അതിലൊരു പാശുണ്ടാവും. ആ പായി അവരിട്ട വളരെ കൊണ്ടുപോയി കഴുകിക്കാണ്ട് കിടക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു കാലഘട്ടം അന്ന് അങ്ങനെയായിരുന്നു. അന്നങ്ങനെയല്ല. അന്ന് എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം. ആ ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ കുട്ടികൾ ഈ രംഗത്ത് നിന്ന് പിന്മാറി അതിന് പോകും, അല്ലെങ്കിൽ മറ്റ് സൗകര്യമുള്ള സ്ഥലത്ത് ചെയ്തു. അപ്പോൾ ഇത് എല്ലാ സൗകര്യങ്ങളും ഭൗതികമായി വിശുദ്ധ ശരീരത്തെ എതിർക്കാത്ത ഏതെല്ലാം സൗകര്യങ്ങളുണ്ടോ ആ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കണം.
പക്ഷേ ആർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിലും ഈ വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ അതിന് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ട, അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ ആ ക്യാമ്പസ് അതിന് വളരെ സുരക്ഷിതത്വമുള്ള ക്യാമ്പസ് ആവണം. അങ്ങനെയുള്ള സ്ത്രീകളെ സുരക്ഷിതത്വം, അവരുടെ നന്മ, അവരുടെ മാന്യത ഒക്കെ പരിഗണിച്ചുകൊണ്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മേഖലയിൽ നിന്ന് അവരെ ഒഴിവാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ആ മേഖലയിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹു നിർദ്ദേശിച്ച മറ്റു മേഖലയിൽ അവർ ആ വിഭാഗത്തുകളെ കൊണ്ട് ധന്യമാവുമ്പോൾ ആ മേഖലയിൽ നിന്ന് നൽകപ്പെടുന്ന സവാബ് പോലത്തെ സവാബ് നൽകപ്പെടുകയില്ല. ഉദാഹരണമായിട്ട് ജുമുഅ ജമാഅത്ത് അതിൽ നിന്നൊക്കെ സ്ത്രീകളെ ഒഴിവാക്കുന്നത് അത് തന്നെ വളരെ മനഃശാസ്ത്രപരമായ നിലക്കാൾ റസൂലുള്ള അവരെ ഒഴിവാക്കി നിർത്താൻ വേണ്ടി സ്വീകരിച്ച, അതിനു വേണ്ടി ഉപയോഗിച്ച പദങ്ങളൊക്കെ ഒറ്റടിക്ക് പെണ്ണിനോട് വരരുതെന്നല്ല പറഞ്ഞു. ആ പെണ്ണിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായ നിൽക്കൊരു ഉപദേശമാണ് ആദ്യം നടത്തുന്നത്. അങ്ങനെ ഒരു പെണ്ണിന്റെ ജീവിതം എങ്ങനെയാവണം, അവൾക്ക് ആണുങ്ങൾ ചെയ്യുന്നത് പോലെ ജുമാ ജമാഅത്തിലൊക്കെ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, ജുമാ അവർക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. ജമാഅത്താണെങ്കിൽ എനിക്ക് ചില പ്രത്യേകമാവുന്ന തിരുവരമ്പുകൾ നിശ്ചയിച്ചു. എന്നിട്ട് പിന്നെ പ്രഖ്യാപിച്ചു യൂത്തുവിൻ്റെ ഹൈറുന്ന വീടാണ് അവർക്ക് ഉത്തമം. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? ആണുങ്ങൾ പള്ളിയിൽ പോയി ചെയ്യണതായ ഇബാദത്തുകൾ അത് ചിലത് നിങ്ങൾക്ക് നിർബന്ധമില്ല, ജുമാ പോലെ. മറ്റ് ചില ഇബാദത്തുകൾ ഇപ്പം ജമാഅത്തായിക്കൊണ്ട് നിശ്ചയിക്കും, അത് പെണ്ണുങ്ങളെ നിങ്ങൾ വരയിൽ നിന്ന് നിശ്ചയിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ, പള്ളിയിൽ നിന്ന് ആണുങ്ങൾ നിശ്ചയിക്കപ്പെടുമ്പോൾ ആണുങ്ങൾക്ക് ലഭിക്കപ്പെടുന്നത് പോലെയുള്ളതായ സവാബ് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് വരയിൽ നിശ്ചയിച്ചാൽ കിട്ടും. അപ്പോൾ പെണ്ണുങ്ങളെ പള്ളിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അതിലേക്ക് ഒറ്റയടിക്ക് പോകണമെന്നല്ല റസൂലുള്ള പറഞ്ഞു. റസൂലുള്ള അതിലേക്ക് വളരെ മനഃശാസ്ത്രപരമായി, ഞാനിപ്പോൾ അതിൻ്റെ വിശാലമായ ചർച്ചയിലേക്ക് ഈ അവസരത്തിൽ കടക്കല്ല, ഞാനത് പല ക്ലാസ്സുകളിലതൊക്കെ അവതരിപ്പിച്ചതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ ഈ ചില മേഖലയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? അവരെ സുരക്ഷിതത്വം, അവരെ സംരക്ഷണം, അവരെ മാന്യതയൊക്കെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി. അപ്പോൾ സ്ത്രീകൾ വിദ്യാഭ്യാസം പറഞ്ഞില്ല, വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നൽകേണ്ടെന്ന് ഇസ്ലാം പറഞ്ഞില്ല. സഹാബിയാത്തിന് നല്ല ബീവിമാരുണ്ടായിരുന്നു, പണ്ഡിതകളാവുന്നു. ആയിഷ ബീവി പണ്ഡിതയും ഹഫ്സ ബീവി പണ്ഡിതയും അവരോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയ ചില ഉലൂമുകളുണ്ടാവും. അത് ചിലപ്പോൾ സ്ത്രീകളോട് മാത്രം ബാധിക്കുന്നതും അല്ലാത്തതായി, ചിലത് അവർ ഇടപെട്ട് മനസ്സിലാക്കിയതായിരിക്കും. ഇതിലൊക്കെ സംശയം തീർക്കാൻ വേണ്ടി സഹാബത്ത് ഈ മഹദികളൊക്കെ സാന്നിധ്യത്തിലേക്ക് ചെന്ന് അവരോട് ചോദിക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്ത്രീകൾ പണ്ഡിതകളാവാൻ പറ്റില്ല എന്നല്ല നമ്മൾ പറയണത്. അങ്ങനെ ഒരു ആക്ഷേപം സംസ്ഥയുടെ ജമീയത്തുലമയെ സംബന്ധിച്ച് പലരും പറയാറ്. സ്ത്രീകൾക്ക് എപ്പോഴും മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവർക്ക് രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒരവസരത്തിൽ സഞ്ചരിക്കുമ്പോൾ മൂപ്പർ ഒരു പദ്യം കേട്ടു. ആ പദ്യം ഒരു സ്ത്രീ പാടുകയാണ്. അൽ മിൻ സബീലിൻ ഇലാ ഹംദിൻ ഫഅശ്റബുഹ അൽ മിൻ സബീലിൻ ഇലാ നസ്രി ബിൻ ഹജ്ജാജ്, അല്ലെങ്കിൽ ഇലാ ബിശ്രി ബിൻ മർവാനി എന്താവട്ടെ. അങ്ങനെ ഈ പെണ്ണെന്താ പറയുന്നത്, കള്ളു കുടിക്കാൻ വല്ല മാർഗമുണ്ടോ, കള്ളു കുടിച്ച് നസ്ർ ബിൻ ഹജ്ജാജ് എന്ന് പറഞ്ഞ ആയത്തേക്ക് എത്താൻ വല്ല മാർഗമുണ്ടോ എന്ന് പറഞ്ഞിട്ട് നസ്ർ ബിൻ ഹജ്ജാജിനെ വളരെ പുകഴ്ത്തി പറയുന്നു. ആരാണ് നസ്ർ ബിൻ ഹജ്ജാജ്? അവൻ്റെ സൗന്ദര്യത്തിനെ പറ്റി, അവനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ഈ പെണ്ണ് പുകഴ്ത്തിക്കൊണ്ട് കുറേ 6, 5, 8 വരികൾ കേട്ട പദ്യങ്ങളാണ്. ഇത് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഈ പദ്യം കേട്ടപ്പോൾ മൂപ്പര് സ്തംഭിച്ചു നിന്നു. രാവിലെ മൂപ്പര് പറഞ്ഞു പട്ടാളക്കാരോട്, നസ്ർ ബിൻ ഹജ്ജാജിനെ എൻ്റെ സാന്നിധ്യത്തിൽ ഹാജരാക്കണം. നസ്ർ ബിൻ ഹജ്ജാജിനെ ഹാജരാക്കപ്പെട്ടു.
നസീർ ഹജ്ജാജ് നല്ല സൗന്ദര്യമുള്ള ആളാണ്, വളരെ വലിയ സുമുഖൻ. അപ്പൊ അയാൾ സൗന്ദര്യം കുറക്കാൻ വേണ്ടിയുള്ള ചില ഉപദേശങ്ങളൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് അയാളോട് നടത്തിവെക്കും. അതൊക്കെ ചെയ്യുമ്പോൾ സൗന്ദര്യം പിന്നെയും കൂടുകയാണ്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് അയാളോട് പറഞ്ഞു, നീയും ഞാനും ഈ നാട്ടിൽ ശരിയാവില്ല, എന്നെ കൊണ്ട് ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ഫിത്തനയിലാവും. അതുകൊണ്ട് അയാളെ ദിമിഷ്കിലേക്ക് നാട് കടത്തി അയാൾ ഉമർ ഇബ്നുൽ ഖത്താബിലേക്ക് പല കത്തുകളും എഴുതി. ഈ പാടി പെണ്ണു ഉമർ ഇബ്നുൽ ഖത്താബിലേക്ക് പല കത്തുകളും പദ്യത്തിൽ തന്നെ എഴുതി. അതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വിഷയമല്ല. അങ്ങനെ ദിമിഷ്കിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോൾ അവിടെ മജാശിക്ക് എന്ന് പറഞ്ഞ ഒരാളാണ് അഭയം കൊടുത്തത് ഈ മനുഷ്യർക്ക്. അപ്പൊ അഭയം കൊടുത്ത് അയാളെ വീട്ടിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഈ മജാശി ഒട്ടകത്തിലെ കറക്കുകയാണ്. അപ്പൊ ഒട്ടകത്തിലെ കറക്കുമ്പോൾ ഈ മജാശിയുടെ ഭാര്യ മണ്ണിലെന്തോ എന്ന് എഴുതി. അപ്പൊ അതിന് മറുപടി ഈ നസീർ ഹജ്ജാജ് എഴുതി. അപ്പൊ മജാശി ചോദിച്ചു, എന്താണ് ഇപ്പൊ നിങ്ങൾ രണ്ടാളുടെ ഒരു എഴുത്ത്, അതെന്താണെന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ, മക്കായിദുൽ നിസ്വ എന്ന് പറഞ്ഞിട്ടൊരു കിതാബേനുണ്ട് പൊന്നാണിക്കാരായ പണ്ഡിതന്മാരേക്ക്. അപ്പോ ഈ പെണ്ണ് പറഞ്ഞു, അത് നമ്മൾ ഒട്ടകത്തിൽ അത്ര പാലുണ്ടാവും മൂപ്പര് ചോദിച്ചാൽ. അപ്പൊ ഇയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇജ്ജല്ലല്ലോ ആദ്യം എഴുതേണ്ടത്, ആദ്യം അയാളല്ലേ നല്ലത്, ഇജ്ജ് ആദ്യം എഴുതി അതിന് മറുപടി അയാളെ. അപ്പൊ ഒട്ടകത്തിൽ എത്ര പാലുണ്ടാവും എന്നുള്ളത് അയാളല്ലേ ചോദിക്കുന്നത്, അപ്പൊ അതിന് മറുപടി പിന്നെ എഴുതേണ്ടത്. ഇത് അതല്ല നിങ്ങൾ എഴുതിയിട്ടുള്ളത്, നിങ്ങൾ എഴുത്തിലെന്തോ തകരാറുണ്ട്. അപ്പൊ ഇയാൾക്ക് എഴുത്തറിയില്ല, ഈ പുരക്കാരനിക്ക്. അയാൾ എഴുത്തുപോലൊക്കെ വെള്ളം കുഴഞ്ഞു, പൊത്തി വെച്ചു, മണൽ വന്ന് എഴുത്ത് കഷ്ടപ്പെട്ട് പോകാൻ വേണ്ടി. അങ്ങനെ എഴുത്തറിയുന്ന ആളെ കൊടുന്ന് വായിപ്പിച്ചപ്പോൾ ഈ പെണ്ണ് എഴുതിയത് എന്താ, ഇനി ബുക്ക് എന്നാണ്, നിങ്ങളോട് എനിക്ക് താല്പര്യമുണ്ട്, സ്നേഹമുള്ളതൊക്കെയാണ്. ഇയാളെ കണ്ടാൽ ആർക്കും താല്പര്യം ഉണ്ടാവും. അവൻ എഴുതിയെന്ന് അതുകൊണ്ട് കുഴപ്പമില്ല, ഞാനും ഇവിടെ പെണ്ണുങ്ങളൊന്നും ഇല്ലാതെ വന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് അതിനും കുഴപ്പമില്ലാതെ. അങ്ങനെയുള്ള അതിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ. അപ്പം ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം നമ്മൾ നൽകപ്പെടണം, അവർ വലിയ പണ്ഡിതകളാവണം. ശരീരത്തിനോട് ഇതിലല്ലാത്ത എല്ലാ വിദ്യാഭ്യാസവും നമുക്ക് പഠിപ്പിക്കപ്പെടുന്നില്ല. പക്ഷെ അതിലേക്ക് ചില മാനദണ്ഡങ്ങളും അതിർവരമ്പുകളൊക്കെ ഉണ്ട്. അതായത് പെണ്ണിന്റെ സുരക്ഷ, പെണ്ണിന്റെ മാന്യത, പെണ്ണിനുണ്ടാവണം, മറ്റുള്ളതായ അവളെ സംരക്ഷിക്കപ്പെടേണ്ട മാർഗങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ടാവണം. അപ്പൊ ആ നിലക്കുള്ളതായ ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇവർ പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് മറ്റു ആൺകുട്ടികൾക്ക് പ്രവേശനമില്ലാതെ. അപ്പൊ ആൺകുട്ടികൾ പ്രവേശനം ഈ പല കോളേജുകളിലും കുഴപ്പമുണ്ടാക്കുകയാണ് പെൺകുട്ടികളും ആൺകുട്ടികളും. നമ്മൾ കുനിയ സമ്മേളനം നടത്തി വെച്ചാൽ അവിടെ ഈ ഇബ്രാഹിം ഹാജിയുടെ വലിയൊരു കർശനക്കാരുണ്ട്. മൂപ്പര് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു ബസ്സിൽ പോകാൻ പാടില്ല അയാളെ കോളേജിൽ നിന്ന്. അപ്പോൾ അവിടെ സമരം ചെയ്തു എന്ന് പറയേണ്ടത് പെൺകുട്ടികളും ആൺകുട്ടികളും. ഞങ്ങൾക്കെല്ലാം കൂടി ഒപ്പം ഒരു ബസ്സിൽ തന്നെ പോകണം. അപ്പം അങ്ങനെ പോകണമെന്നുള്ളവരൊക്കെ ഇവിടുന്ന് കോളേജിൽ നിന്ന് പോയി എന്നാണ് മൂപ്പര്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ആ പല കാര്യങ്ങളുണ്ട്. പെണ്ണിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് അതൊക്കെ. അപ്പം ആ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകപ്പെടണം. അതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് SNEC കൂടിയും സമസ്തയുടെ മറ്റു പല സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകപ്പെട്ട പല സംവിധാനങ്ങളുണ്ട്, അതിലൊക്കെ നടക്കുന്നത്. അപ്പൊ അത് വളരെ സൗകര്യപ്രദമായിട്ട് കാലത്തിനനുസരിച്ച് കൊണ്ടുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി. അതോടൊപ്പം അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോവാതെ തഖ്വയിൽ അധിഷ്ഠിതമായ നിലക്ക് അതൊക്കെ നമ്മളൊന്ന് പറയുന്നുള്ളൂ, ഇതൊന്നും നടക്കണില്ല. തഖ്വയിൽ അധിഷ്ഠിതമായി എവിടെയൊക്കെ വിദ്യാഭ്യാസമുണ്ട്? തഖ്വ ആരെടുത്തുള്ളത്? പഠിപ്പിക്കണവൻ്റെ അടുത്തുണ്ടോ? അതല്ലേ പഠിപ്പിക്കപ്പെടുന്നവരുടെ ആരെടുത്തില്ല, നമ്മളാരെടുത്തില്ല. നമ്മൾ ആലങ്കാരികമായിട്ട് ഇങ്ങനെ ചില പദങ്ങൾ ഉപയോഗിക്കുകയാണ്, മനസ്സിലായില്ലേ? അല്ലാതെ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് തഖ്വയൊന്നും നമ്മളാരെടുത്തില്ല, ചെയ്യാത്തതുകൊണ്ടാണല്ലോ വളരെ ഈ നിലക്കൊക്കെ നമ്മൾ അധപതിച്ചു പോയത്. എന്താവട്ടെ, ഇൽമിന്റെ അടിസ്ഥാനം തഖ്വയാണ്. വത്തഖ്വ. അപ്പൊ തഖ്വ ഉണ്ടായാലേ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ദഅവത്ത് ചെയ്ത് ആ ഇൽമ് നമ്മൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് ദർശനത്തെ ഇപ്പൊ പലരും വയലു പറഞ്ഞില്ല, വയലു പറഞ്ഞൊക്കെ തഖ്വ ഉണ്ടായില്ല. കാരണം ഓൻ വയലു പറഞ്ഞ വയലു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിലേക്ക് കൊടുക്കുന്ന ഇൽമല്ല.
അത് മനസ്സിലാക്കണം. നമ്മൾ ദർശനം ചെയ്യും. നമുക്ക് തെക്കുവരുണ്ടെങ്കിൽ അത് അള്ളാഹു റസൂലിലേക്ക് കൊടുക്കണേ. തെക്കുവ ഇല്ലാന്നുണ്ടെങ്കിൽ അത് അള്ളാഹു റസൂലിലേക്ക് കൊടുക്കുന്ന ഇൽമല്ല. നമ്മൾ തഫ്സീർ റസൂലിന്റെ ഹദീസ് എന്ത് റസൂൽ അതാണ് അതിൻ്റെ. അപ്പം ഞാനതിലേക്കൊന്നും വിശദീകരിച്ച് പറയാൻ പറയല്ല. അപ്പം ആ നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിട്ട് അത് സ്ത്രീകൾക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്യുന്നതായ ഓഫീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിലും അവരോടും പറയാനുള്ളതാണ്. അതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിട്ട് അവർക്ക് പൂർണ്ണമായുള്ള സുരക്ഷിതത്വം അവിടെ ഉണ്ടാവണം. അവരെ മാന്യതയ്ക്ക് ഒരു നിലക്കും തകരാറുണ്ടാവാൻ പാടുന്നതല്ല. അവരെല്ലാ നിലക്കും സംരക്ഷിക്കപ്പെടണം. ആ നിലക്ക് ഉള്ള ഒരു വിദ്യാഭ്യാസ രീതി, ഒരു സംവിധാനമൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ നിലക്ക് നടത്തപ്പെടാൻ ആവശ്യമാവുന്ന ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കണം. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നല്ല നീയത്തോടു കൂടി സമസ്തയുള്ള ജമീയത്തുൽമയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ ഇതുപോലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അതെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവണം. എല്ലാവരും ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള നന്മകളുടെ സംരംഭങ്ങളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു എല്ലാ തരത്തിലുള്ള ഹൈറും ബർക്കത്തും ഒക്കെ ചെയ്തിട്ട് അല്ലാഹു ഇതിനെ കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.